ആകാശവാണി ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട ഒരു പരിപാടിയായിരുന്നു മഹിളാലയം. മഹിളാലയം പരിപാടിയുടെ പ്രൊഡ്യൂസർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മുടെ അടുത്ത അതിഥിയെ വെറും പാചകക്കുറിപ്പുകളും തുന്നൽക്കുറിപ്പുകളും നന്ദിവാക്കുകളും മാത്രമായി ഒതുങ്ങിയിരുന്ന ആ പരിപാടിയെ ക്രിയാത്മകമായി മാറ്റിയ ആ വ്യക്തിയെ ഞാൻ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. മഹിളാലയത്തിലൂടെ നമുക്ക് പ്രിയങ്കരിയായ ചേച്ചി ശ്രീമതി സരസ്വതി അമ്മ. മഹിളാലയം ചേച്ചി എന്ന് പറഞ്ഞാലാണ് എല്ലാവരും അറിയാം അല്ലേ? അതെ അതെ, അതൊരു സൗഭാഗ്യമാണ്. വിരമിച്ച് ജോലിയിൽ നിന്ന് വിരമിച്ച് ഇത്രയും വർഷമായിട്ടും അങ്ങനെ ആളുകൾ തിരിച്ചറിയുന്നു. എങ്ങനെയായിരുന്നു ആകാശവാണിയിലെ മഹിളാലയം എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങിയത്? മഹിളാലയം ഞാൻ 1965 1960 മുതൽ മഹിളാലയം ഉണ്ട്. പക്ഷേ അന്ന് ഒരു അരമണിക്കൂർ പരിപാടിയായിരുന്നു. അപ്പോൾ അത് വളരെ ഹ്രസ്വമായ രീതിയിൽ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് വീട്ടുകാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ അത് കഴിഞ്ഞാൽ വല്ല ഒരു പാചകക്കുറിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗാനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കത്തുകൾ നന്ദി ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു അഭിഭാഷകയായിരുന്നു നേരത്തെ. പിന്നെ ഒരുപാട് സാമൂഹ്യക്ഷേമ പരിപാടികളിലും കലാപരിപാടികളിലും ഒക്കെ പങ്കെടുക്കുകയും അങ്ങനെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടിയാണ് വന്നത്. ഇപ്പോൾ കോളേജ് ജീവിതത്തിലായാലും വിദ്യാർത്ഥി ജീവിതത്തിലൊക്കെ ആയിരുന്നാലും ശരി, ഇങ്ങനെ കലാപരിപാടികൾ ഓർഗനൈസ് ചെയ്യുകയും നാടകം അഭിനയിക്കുകയും അങ്ങനെയൊക്കെ എല്ലാ തരത്തിലും കലാപരിപോഷണം നടത്തിയിരുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രോഗ്രാം ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ അന്നാണെന്നുടനെ ഓരോന്നിനും ഓരോ വിഭാഗം ഉണ്ടല്ലോ അവിടെ, പ്രഭാഷണ വിഭാഗം. അപ്പോൾ സാഹിത്യരംഗം എന്ന് പറഞ്ഞാൽ സാഹിത്യം അതിനകത്ത് മാത്രമേ വരാൻ പാടുള്ളൂ, സാഹിത്യരംഗത്തിൽ. അപ്പോൾ ഇത് മഹിളാലയത്തിൽ എന്തിനാണ് സാഹിത്യം? അതിന് സാഹിത്യരംഗം ഉണ്ടല്ലോ. അല്ല, അതിന് സാഹിത്യരംഗം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ മഹിളകൾ മാത്രം കേൾക്കുന്ന ഒരു പരിപാടിയിലും അല്പം സാഹിത്യം ഇരുന്നാൽ കുഴപ്പമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം അതിന് കുറച്ചൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വളരെ ഒരു സൗഭാഗ്യമായത് ലളിതാംബിക അന്തർജനം കഥ വായിക്കാൻ വരും. സാഹിത്യരംഗത്തിലാണ് സാധാരണ വായിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് പറ്റില്ല, മഹിളാലയത്തിൽ വേണം. അപ്പോൾ ലളിതാംബിക അന്തർജനത്തിന് സ്ത്രീകളോട് ഇത്തിരി പക്ഷപാതിത്വമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും മഹിളാലയത്തിൽ ഞാൻ കഥ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ റെഗുലറായിട്ട് കഥ തരുമായിരുന്നു. അത് വായിക്കുന്നത് മിക്കവാറും രാധാമണിയായിരിക്കും. ടി പി രാധാമണിയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ കഥ അത്രയും വായിക്കുന്നത്. പുള്ളി അങ്ങനെ വായിക്കാറില്ല. ഉണ്ട്, പക്ഷെ ലളിതാംബിക അന്തർജനം അങ്ങനെ ആയിരുന്നില്ല. മിക്കവാറും രാധാമണിയാണ് വായിച്ചിട്ടുള്ളത്. അങ്ങനെ എന്നിട്ട് പിന്നെ ഒരു ഉപന്യാസ പരമ്പര തന്നെ അവരെ എഴുതി തന്നു, സീത മുതൽ സത്യവതി വരെ എന്ന് പറഞ്ഞിട്ട്. അതായത് എല്ലാ പുരാണ നായികമാരെ കുറിച്ചൊക്കെ, ഊർമിളയൊക്കെ കുറിച്ച് ഞാൻ ഇപ്പോഴും അവരുടെ പാചകം തന്നെ ആലോചിക്കും. പിന്നെ അജ്ഞാതയായ രാജകുമാരി മുന്നിലേക്ക് വരൂ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്നുവെച്ചാൽ എല്ലാ ലേഖനവും അങ്ങനെ ഒരു നാടകീയമായിട്ടാണ് തുടങ്ങുന്നത്. അതും രാധാമണി വായിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരെണ്ണം എഴുതി തന്നിട്ട് അത് പ്രക്ഷേപണം ചെയ്തു. അത് വളരെ പോപ്പുലറായി. അവരത് പുസ്തകമാക്കിയിട്ടുണ്ട്, സീത മുതൽ സത്യവതി വരെ എന്ന പുസ്തകത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. സരസ്വതി അമ്മയുടെ ആവശ്യപ്രകാരം ഞാനിത് എഴുതിയതാണ് റേഡിയോ പ്രക്ഷേപണത്തിനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവർ എൻ മോഹൻ മകനാണല്ലോ, അപ്പോൾ ഞാനുമായിട്ട് കുറച്ചൊരു അടുപ്പം കൂടുതലായി. അമ്മാന്ന് ഞാൻ വിളിക്കും. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, റേഡിയോയ്ക്ക് വേണ്ടി ഒരു തുടർനാടകം എഴുതി തരണം. പിന്നെ നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കാൻ പറയാണ്, റേഡിയോയിലാണ് ആദ്യമായിട്ട് തുടർനാടകം എന്നൊരു സാധനം തുടങ്ങിയത്. ഇന്നിപ്പോൾ എല്ലായിടവും നമ്മൾ ചാനലുകളിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. ആദ്യമായിട്ട് മഹിളാലയത്തിൽ ഗംഗാധരൻ നായർ എഴുതിയ മകൻ എന്ന് പറയുന്ന തുടർനാടകമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മഹിളാലയത്തിനൊരു തുടർനാടകം എഴുതി തരണം. അപ്പോൾ പറഞ്ഞു, അയ്യോ ഞാൻ നാടകം എഴുതി എനിക്ക് ശീലമില്ല, അത് പറ്റുന്നതല്ല. ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്താൽ മതി, കഥയായിട്ട് തന്നെ എഴുതിക്കോളൂ. അമ്മ കഥ എഴുതുന്നതിന് തന്നെ ഒരു നാടകീയതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊരു സംഭാഷണമൊക്കെ ഇട്ടാൽ മതി, അത് ഞങ്ങൾ റേഡിയോയിൽ അഡാപ്റ്റ് ചെയ്ത് ശരിയാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ നിർബന്ധിച്ച് പ്രസാദം എന്ന് പറഞ്ഞൊരു തുടർനാടകം എഴുതി തന്നു. അപ്പം അന്ന് അരമണിക്കൂറല്ലേ മഹിളാലയം? അതെ, ഇതിനുള്ള ഇതെല്ലാം ഒതുക്കും. അങ്ങനെ എന്നിട്ട് അരമണിക്കൂർ, പിന്നീട് അരമണിക്കൂറല്ല, പിന്നെ 4 പ്രോഗ്രാം ആക്കി. ഞാൻ വന്നേ പിന്നീട് 4 പ്രോഗ്രാമായി. അതായത് വർക്കിംഗ് വിമൻസ് പ്രോഗ്രാം, റൂറൽ വിമൻസ് പ്രോഗ്രാം, ഹൗസ് വൈഫ് പ്രോഗ്രാം, എൻ്റർപ്രണേഴ്സ് പ്രോഗ്രാം, അങ്ങനെ 4 പ്രോഗ്രാം ആക്കി മാറ്റി.
അങ്ങനെ വൈവിധ്യം ഒരുപാട് വരുത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രസാദം എന്ന് പറയുന്ന തുടർ നാടകം മഹിളാലയത്തിൽ കൊടുക്കാൻ വേണ്ടി രാത്രിയാണെന്ന് മഹിളാലയം. ഇനി അതിനുണ്ട് വിമൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതായത് മൈനോറിറ്റി പ്രോഗ്രാം എന്നാണ് പറയുന്നത്. വിമൻസ് പ്രോഗ്രാം എന്നല്ല. വിമൻസ് പ്രോഗ്രാമും ചിൽഡ്രൻസ് പ്രോഗ്രാം നമ്മളിപ്പോൾ ദുർബല വിഭാഗം എന്ന് പറയത്തില്ലേ, സ്ത്രീകളും കുട്ടികളൊക്കെ ദുർബല വിഭാഗം, അതുപോലെ മൈനോറിറ്റി പ്രോഗ്രാം എന്നാണ് അങ്ങ് ഓൾ ഇന്ത്യ ബേസിസ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിമൻസ് പ്രോഗ്രാം ഒരിക്കലും രാത്രി വെക്കില്ല. രാത്രി വളരെ കൊള്ളാവുന്ന പ്രോഗ്രാം വെക്കേണ്ട സമയമല്ലേ, പീക്ക് അവർ അതാണ്. അപ്പം ഞാൻ ഒരുപാട് പരിശ്രമിച്ച് ഡൽഹിയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി പരിശ്രമിച്ചതിന് ശേഷമാണ് മഹിളാലയം രാത്രി വയ്ക്കാൻ തുടങ്ങി. അരമണിക്കൂർ ഞാൻ പറഞ്ഞു ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് രാത്രിയിലല്ലേ കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ മഹിളാലയത്തിലാണ് ഈ പ്രസാദം എന്ന് പറയുന്നത് തുടർനാടകം എഴുതി തന്നത്. 8 മണിക്കാണ് 8 മണിക്കാണ്. അത് വളരെ പോപ്പുലറായി. ആ നാടകമാണ് പിന്നീട് അഗ്നിസാക്ഷി എന്നുള്ള പേരിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച് പിന്നീട് നോവലായിട്ട് ഈ അവാർഡുകൾ അത്രയും വാരിക്കൂട്ടി ചലച്ചിത്രമായ അഗ്നിസാക്ഷി. ഞാൻ മഹിളാലയം മാത്രമായിരുന്നില്ല, വിമൻസ് പ്രോഗ്രാം മാത്രമായിരുന്നില്ല, ബാലലോകം രശ്മിയൊക്കെ എൻ്റെ ചുമതലയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവരുടെയാണ് ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം പറയേണ്ടത് അതാണ്. അന്ന് ഈ കമ്മ്യൂണിറ്റി സിംഗിങ്, അതായത് ഗായക സംഘത്തിൻ്റെ പരിപാടി എവിടെയില്ല ഇന്ത്യയിൽ. ആദ്യമായിട്ട് ഒരു കുട്ടികളുടെ ഗായക സംഘം തുടങ്ങിയത് ഞാനാണ്. അത് ഈ മഹിളാലയത്തിലാണോ വന്നത്? മഹിളാലയത്തിലല്ല, ബാലലോകത്തിൽ രശ്മി എന്ന് പറയുന്ന പരിപാടിയിൽ. പിന്നെ കുട്ടികളുടെ ഗായക സംഘത്തിലാണ് നമ്മുടെ KS ചിത്ര, അരുന്ധതി, പ്രീത, അനിത, കലാദേവി ഈ കുട്ടികളൊക്കെ കുഞ്ഞുങ്ങളായിട്ട് വന്നത്. അവരുടെ എല്ലാം തുടക്കം വാസ്തവത്തിൽ ഈ കുട്ടികളുടെ ഗായക സംഘത്തിലാണ്. ഇന്നവരെല്ലാം അതിപ്രശസ്തരായ പിന്നണി ഗായികമാരായിരിക്കുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ അഭിമാനം തോന്നുന്നുണ്ട്. അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞ് പരിഭവിക്കുന്ന ആളുകൾക്ക് ഇത് കേൾക്കാം. നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ, ആ അവസരങ്ങൾ വലുതാക്കാനുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ ആ അവസരങ്ങൾ വലുതാക്കാനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടെത്തി നമ്മളാണ് അവസരങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീമതി സരസ്വതി അമ്മ.